ഗുഡ് ലൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഉദയകൃഷ്ണ CBK തോമസ് രചന നിർവഹിച്ച് നവാഗതനായ അജയ് വാസുദേവ് അണിയിച്ചൊരുക്കി മലയാളത്തിന് സ്വന്തം മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടി നായകനാവുന്ന രാജാതിരാജ വിജയകരമായി പ്രദർശനം തുടരുന്നു. രാജാതിരാജ റിയൽ മാസ് എന്റർടൈനർ. ഒറ്റ വാക്കിൽ ചിത്രത്തെക്കുറിച്ച് അങ്ങനെ പറയാം. സിനിമ കാണാതെ തന്നെ ചിത്രത്തിന്റെ റിവ്യൂ എഴുതിയ എല്ലാ മാന്യന്മാർക്കും തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചിത്രം മുന്നേറുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കിടിലം പെർഫോമൻസ് ആണ് ചിത്രത്തിന്റെ അടിത്തറ. സ്ക്രിപ്റ്റ് ഒട്ടും തന്നെ പ്രേക്ഷകനെ മടുപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ആദ്യ പകുതി ഭാഗം കോമഡിയും പിന്നീട് വിശ്വസിക്കാവുന്ന തരത്തിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ആക്ഷൻ സീക്വൻസസ് കൂടി ചേർന്നപ്പോൾ ചിത്രം ശരിക്കും മികവുറ്റതായി. ഉദയകൃഷ്ണ CBK തോമസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് തിരക്കഥ രചന നിർവഹിച്ചിട്ടുള്ളത്. സംവിധായകനും ക്യാമറാമാനും അവരുടെ ഭാഗം വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇതിലേറെ പറയാവുന്നത് മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയുടെ 10 വർഷം മുമ്പുള്ള സൂപ്പർ ഹിറ്റ് സിനിമ സാമ്രാജ്യത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള അപ്പിയറൻസ് പ്രേക്ഷകരെ കയ്യിലെടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് കൺസ്ട്രക്റ്റീവ് വിമർശകരെ ഒന്നിരുത്തി ചിന്തിപ്പിക്കുക എന്നതിലേക്ക് കൂടി ഈ ചിത്രം വഴി തുറക്കുന്നു. കഥാ ചുരുക്കം ഇങ്ങനെ: ശേഖരൻ കുട്ടി ഒരു പെട്രോൾ ബങ്ക് ജീവനക്കാരനാണ്. ഭാര്യയും മകളും ഒന്നിച്ച് ലളിതമായി ജീവിക്കുന്നതിനിടയ്ക്കാണ് അളിയൻ അയ്യപ്പന്റെ രംഗപ്രവേശനം. നടൻ ജോജോയാണ് അയ്യപ്പന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രസകരമായ അയ്യപ്പന്റെ എൻട്രിയിൽ നിന്നുമാണ് ചിത്രം തുടങ്ങുന്നത്. അയ്യപ്പൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ശേഖരൻ കുട്ടിക്ക് തലവേദനയുടെ നാളുകൾ ആരംഭിക്കുന്നു. എവിടെയും കയറി ചെന്ന് തല്ലുണ്ടാക്കുന്ന അയ്യപ്പന്റെ പ്രശ്നങ്ങൾ തീർക്കുക എന്നത് ശേഖരൻ കുട്ടിയുടെ സ്ഥിരം തലവേദനയാകുന്ന അവസരത്തിലാണ് ശേഖരൻ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പഴയ പകേറാധ്യായവുമായി അഹമ്മദ് ഷാ എത്തുന്നത്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി ശേഖരൻ കുട്ടി രാജയാകുന്നു. രാജാതിരാജ. അതിനുശേഷം ചിത്രം ഒരു മാസ് ആക്ഷൻ എന്റർടൈനറിലേക്ക് വഴിമാറുന്നു. ശേഖരൻ കുട്ടിയുടെ വ്യക്തിത്വം നശിപ്പിക്കാതെ തന്നെയാണ് ചിത്രത്തിന്റെ മേക്കിംഗ്. അതുതന്നെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതും. ഇടവേള വരെ വളരെ രസകരമായ സിറ്റുവേഷൻ കോമഡികൾ കൊണ്ടാണ് ചിത്രം മുന്നേറുന്നതെങ്കിൽ അതിനുശേഷം കൈയടിച്ചു വരവേൽക്കാൻ പറ്റിയ രംഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവിധായകൻ അജയ് വാസുദേവും ഉദയകൃഷ്ണ CBK തോമസും മലയാളത്തിന് സ്വന്തം മമ്മൂക്കയോട് ചേർന്നൊരുക്കിയ ഓണസദ്യ ഗംഭീരം. Wait for more reviews and don't forget to subscribe. CBK തോമസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് തിരക്കഥ രചന നിർവഹിച്ചിട്ടുള്ളത്. സംവിധായകനും ക്യാമറാമാനും അവരുടെ ഭാഗം വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇതിലേറെ പറയാവുന്നത് മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയുടെ 10 വർഷം മുമ്പുള്ള സൂപ്പർ ഹിറ്റ് സിനിമ സാമ്രാജ്യത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള അപ്പിയറൻസ് പ്രേക്ഷകരെ കയ്യിലെടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് കൺസ്ട്രക്റ്റീവ് വിമർശകരെ ഒന്നിരുത്തി ചിന്തിപ്പിക്കുക എന്നതിലേക്ക് കൂടി ഈ ചിത്രം വഴി തുറക്കുന്നു. കഥാ ചുരുക്കം ഇങ്ങനെ: ശേഖരൻ കുട്ടി ഒരു പെട്രോൾ ബങ്ക് ജീവനക്കാരനാണ്. ഭാര്യയും മകളും ഒന്നിച്ച് ലളിതമായി ജീവിക്കുന്നതിനിടയ്ക്കാണ് അളിയൻ അയ്യപ്പന്റെ രംഗപ്രവേശനം. നടൻ ജോജോയാണ് അയ്യപ്പന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രസകരമായ അയ്യപ്പന്റെ എൻട്രിയിൽ നിന്നുമാണ് ചിത്രം തുടങ്ങുന്നത്. അയ്യപ്പൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ശേഖരൻ കുട്ടിക്ക് തലവേദനയുടെ നാളുകൾ ആരംഭിക്കുന്നു. എവിടെയും കയറി ചെന്ന് തല്ലുണ്ടാക്കുന്ന അയ്യപ്പന്റെ പ്രശ്നങ്ങൾ തീർക്കുക എന്നത് ശേഖരൻ കുട്ടിയുടെ സ്ഥിരം തലവേദനയാകുന്ന അവസരത്തിലാണ് ശേഖരൻ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പഴയ പകേറാധ്യായവുമായി അഹമ്മദ് ഷാ എത്തുന്നത്. തന്റെയും വിജയകരമായി പ്രദർശനം തുടരുന്നു. രാജാതിരാജ റിയൽ മാസ് എന്റർടൈനർ. ഒറ്റ വാക്കിൽ ചിത്രത്തെക്കുറിച്ച് അങ്ങനെ പറയാം. സിനിമ കാണാതെ തന്നെ ചിത്രത്തിന്റെ റിവ്യൂ എഴുതിയ എല്ലാ മാന്യന്മാർക്കും തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചിത്രം മുന്നേറുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കിടിലം പെർഫോമൻസ് ആണ് ചിത്രത്തിന്റെ അടിത്തറ. സ്ക്രിപ്റ്റ് ഒട്ടും തന്നെ പ്രേക്ഷകനെ മടുപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ആദ്യ പകുതി ഭാഗം കോമഡിയും പിന്നീട് വിശ്വസിക്കാവുന്ന തരത്തിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ആക്ഷൻ സീക്വൻസസ് കൂടി ചേർന്നപ്പോൾ ചിത്രം ശരിക്കും മികവുറ്റതായി. ഉദയകൃഷ്ണ ഗുഡ് ലൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഉദയകൃഷ്ണ CBK തോമസ് രചന നിർവഹിച്ച് നവാഗതനായ അജയ് വാസുദേവ് അണിയിച്ചൊരുക്കി മലയാളത്തിന് സ്വന്തം മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടി നായകനാവുന്ന രാജാതിരാജ